വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിങ്ങനെ മുടിയൊക്കെ അഴിച്ചിട്ടിരിക്കുന്നുണ്ട്, പേടിക്കണ്ട, ഞാൻ കുളിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പം മുടി ഉണങ്ങാനായിട്ട് ഇങ്ങനെ ഇട്ടതാണ്. എന്താ ഇപ്പം അന്ന് വെട്ടിയതിനേക്കാളും കുറച്ചുകൂടെ ഒക്കെ നീളം വെച്ചില്ലേ, അവിടെ ഒരു മിറർ ഇരിപ്പുണ്ട് കേട്ടോ, അതുകൊണ്ട് അങ്ങോട്ട് എപ്പോഴും നോക്കുന്നത്. കുറച്ചൊക്കെ നീളം വെച്ച് ബാക്കിൽ നീളം കുറവായതുകൊണ്ട് തന്നെ ഇങ്ങനെ ബുന്നും പറഞ്ഞിരിക്കും, ഉണങ്ങി കിടക്കുന്നുണ്ട്. എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല അഴിച്ചിടാനായിട്ട്. പിന്നെ വെച്ച് എത്ര നാളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാരി വെച്ച് കെട്ടിക്കൊണ്ട് കിടക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഇത് വളർന്നെങ്കിലേ അഴിച്ചിട്ട് അല്ല വളർന്നിട്ട് എന്തായാലും ഇതിന് വളരുന്ന വരെ ഇനിയിപ്പോൾ അങ്ങനെ തന്നെ നടക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെന്താ, പിന്നെ എനിക്കിങ്ങനെ സ്മൂത്തനിങ് ചെയ്യാൻ തോന്നാറുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ആ ഒരു തോന്നൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാലൻസ് ഉണ്ടായിരുന്ന ഹെയർ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞത്. ഇത്രയും ഹെയർ ഉള്ളപ്പോൾ എന്തായാലും പോയി സ്മൂത്തനിങ് ചെയ്തിട്ടില്ല, കാരണം അത് ഭംഗി കാണത്തില്ല. ഇങ്ങനെ ഇങ്ങനെ ഒട്ടിക്കിടക്കുമ്പം കുറച്ച് ലെങ്ത് കുറവായിട്ട് കുറച്ച് വൃത്തികേടായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ന്യൂ ഇയറിനോ ബർത്ത്ഡേക്കൊക്കെ ചെയ്യേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. ഇപ്പോഴും സച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ചുകൂടെ ലെങ്ത് വന്നിട്ട് പോയി സ്മൂത്തനിങ് ചെയ്യും. സച്ചുവിനും അതാണ് സ്മൂത്തനിങ് ചെയ്ത ഹെയർ കാണാനാണ് ഇഷ്ടമുണ്ട്. എനിക്കും പഴയ റീൽസൊക്കെ എടുത്ത് നോക്കുമ്പോൾ കുറച്ചിങ്ങനെ ലെങ്ത് ഉണ്ടല്ലോ, കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സ്മൂത്തനിങ് ചെയ്ത ഹെയറുകളെല്ലാം കാണാനാണ് ഇഷ്ടം. അപ്പം നമ്മുടെ വിഷയം അതല്ല, വിഷയത്തിൽ നിന്ന് നമ്മൾ തെന്നി മാറുന്നു. നമ്മൾ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോവാണ്. അപ്പം ദീപിക പതുക്കൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട കൂട്ടാനുള്ള ഒരു ഡിഷ് ഉണ്ടല്ലോ, ഈ ചീസും ചില്ലിയൊക്കെ വെച്ചിട്ട്. അത് കുറേ നാളായിട്ട് എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമുക്കിതൊന്ന് അത് ഇന്നത് ട്രൈ ചെയ്ത് നോക്കാം. അത് റൈസിൻ്റെ കൂടെ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ, അപ്പം നമുക്ക് റൈസ് ഉണ്ടാക്കാം. കുറച്ച് ഒരു 1/2 കപ്പ് റൈസ് എടുത്തിട്ട്, ബിരിയാണി റൈസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് അതൊന്ന് വേവിച്ച് വെക്കാം. അതിനുശേഷം ചില്ലിയും ചീസും ഒക്കെ എടുത്ത് വെക്കട്ടെ. അപ്പോഴത്തേനും മുടിയും ഒന്ന് ഉണങ്ങട്ടെ. അപ്പോഴത്തേനും നിങ്ങൾ പോയിട്ട് ആ ഒരു കുട്ടി വ്ലോഗ് കണ്ടിട്ട് 2 ദിവസം മുമ്പ് നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ വൈകുന്നേരം എത്തും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാത്രിത്തേക്ക് ഡിന്നറൊക്കെ റെഡിയാക്കി വെക്കാം, അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ അവർ പറഞ്ഞതിനേക്കാളും കുറേ നേരത്തെ എത്തി. 2 മണിക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എത്തി. അങ്ങനെ എല്ലാവരുമായിട്ട് കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ്. സച്ചുവും കിക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേന് ഞാൻ അവർ തിരുമലക്കോവിൽ ടെമ്പിൾ ഉണ്ടല്ലോ അങ്ങോട്ട് പോകാനായിട്ട് പറഞ്ഞു വിട്ട്. എന്നിട്ട് ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് മടിയാണ് കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് ഇന്ന് ചെയ്യണം, അതാണ് ഇഷ്ടം. അങ്ങനെ 5:30 ആയപ്പോഴത്തേന് കിക്കിമോളും വന്ന് അവളെനിക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് തന്നപ്പോഴത്തേന് ഞാൻ തൻ്റെ റൈസ് റെഡിയാക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പം കഴിക്കുന്ന ആ ഒരു ഫ്രൈഡ് റൈസ് അല്ലേ, അതാണ്. അപ്പം ഓറഞ്ച് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട്, കുറച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ റൈസ് കുറച്ച് ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ മുന്തിരി, കാഷ്യൂ, അതെല്ലാം കൂടെ ഒണിയൻ അതെല്ലാം കൂടെ ഇട്ട് കൊടുക്കും. പിന്നെ അടുത്ത ലെയർ വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ പൈനാപ്പിളിൻ്റെ എസൻസ് ആക്കി കൊടുക്കും. പിന്നെ വീണ്ടും ഒരു ലെയർ കൂടെ വെച്ചിട്ട് വീണ്ടും പൈനാപ്പിൾ, അങ്ങനെയൊക്കെ വെച്ചിട്ട് പല പല ലെയറായിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് തന്നെ ഞാനവിടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. വേണ്ടേ, ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് കുറേ സമയം എടുത്തിട്ടോ. ഞാൻ ഈ ചെറിയ പാത്രത്തിൽ വെച്ചൊരു 4-5 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. കാരണം അല്ലെങ്കിൽ കുറേ എണ്ണ അങ്ങ് വേസ്റ്റായി പോകത്തില്ല, അതെനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറേശ്ശെ അത് ഫ്രൈ ആവുന്ന സമയത്ത് വേണ്ടേ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴറ്റി അതിനുള്ള മസാലയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ കണ്ട് നോക്കട്ടോ. നല്ല ടേസ്റ്റാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ കുറച്ച് പേർക്ക് ഫുഡ് ഉണ്ടാക്കാൻ, നമ്മുടെ വീട്ടിൽ 3 പേരല്ലേ ഉള്ളൂ, 3 പേരുടെ കൂടെ ഒരു ഫാമിലിയുടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആണ്. പക്ഷേ കുറേ പേര് വരുമ്പോൾ എനിക്ക് കുറച്ച് പാടാണ്. എന്നാലും സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞു കേട്ടോ, ഫുഡൊന്നും വേണ്ട, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. സച്ചുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ട്ലറ്റ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ചായയും കട്ട്ലറ്റൊക്കെ കൊടുക്കും, നമുക്ക് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന്. പക്ഷേ എങ്കിൽ എനിക്കിങ്ങനെ ഇഷ്ടമാണ് ആരെങ്കിലും നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കാനായിട്ട്. ഇത് ഇങ്ങനെ കാഷ്യൂ കുറച്ച് കുതിർത്ത് വെച്ചിട്ട് പാലും കൂടെ ചേർത്ത് അരച്ചതാണ് കേട്ടോ, കറിയിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇങ്ങനെ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പം കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് പിന്നാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനൊക്കെ ചേർത്ത്. ഞാൻ ഇതിങ്ങനെ വീഡിയോ ഓടിപ്പോകുന്നതനുസരിച്ച് വെറുതെ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ, കറക്റ്റായിട്ടുള്ള റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ ചിക്കനൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ കാഷ്യൂവിൻ്റെ മിക്സൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെ ടെൻഷൻ വരാറുണ്ട്, ദൈവമേ കുളമായി പോകുമെന്നൊക്കെ. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല, അത്യാവശ്യം നല്ലതായിട്ട് തന്നെ വന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞ്. ഇപ്പം എനിക്ക് ഭയങ്കര ഒരു 12 പേർക്ക് 15 പേർക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി കൊടുക്കാനായിട്ട് ഇപ്പം എനിക്ക് പാടൊന്നുമില്ല. ഇപ്പോൾ 2 പ്രാവശ്യം ഞാനിങ്ങനെ ചെയ്തു കേട്ടോ. ആദ്യം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എന്താവും എങ്ങനെയാവും എന്നൊക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ സച്ചുവിൻ്റെ അടുത്ത് പറയാറുണ്ട്, ഒരു 15 പേരൊക്കെ ഉണ്ടെങ്കിൽ ഫുഡ് കൊടുക്കാനായിട്ട് ഞാൻ റെഡിയാണെന്ന്. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ രാത്രിയിൽ കഴിക്കുകയാണ് കേട്ടോ. നമ്മൾ പുറത്ത് കുറ്റാലത്ത് പോകുന്നുണ്ടായിരുന്നു, അതിനേക്കാളും മുമ്പായിട്ട് പിള്ളേർക്കൊക്കെ കിക്കി ഇങ്ങനെ ഫുഡ് വാരി കൊടുക്കുക. അപ്പം വ്ലോഗ് എടുക്കാമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു, കാരണം ഇവർ പെട്ടെന്നായിരുന്നു ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് വിളിച്ചിട്ട് നാളെ വരും അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാനോ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അവരവരുടെ വണ്ടിയിൽ കയറി നമ്മൾ സ്കൂട്ടറിൽ പുറകെ പോകാനായിട്ട് കുറ്റാലത്തോട്ട് പോകാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ
നമ്മൾ നേരെ കുറ്റാലം പോയി. കുറ്റാലത്ത് വെള്ളം കുറവാണ് കേട്ടോ, ഇപ്പം നല്ല കുറവാണ്. പിന്നെ അവർ പാലരുവിയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു, അവിടെ നല്ല വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഗസ്റ്റ് ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളായിരുന്നു, ആരാണെന്നൊന്നും പറഞ്ഞില്ല. ഒന്ന് എൻ്റെ അനിയത്തിയും ഹസ്ബൻഡും ആണ്, പിന്നെ 3 പേര് അവളുടെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. അവർ 1ാം ക്ലാസ് തൊട്ടേ ഒരുമിച്ച് പഠിച്ചിട്ട് ഇപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ കൊണ്ടുപോകാം. എനിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. സാധാരണ നമ്മളിങ്ങനെ ഒരുമിച്ച് പഠിച്ചെങ്കിൽ പോലും കുറേ നാൾ കഴിയുമ്പം അവർക്കൊക്കെ ചിലപ്പം കണ്ടാൽ പോലും ചിരിക്കാൻ മടിയുള്ള അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. നമ്മളെയൊന്നും പരിചയമില്ലാത്ത പോലെ. ഇപ്പോൾ 1ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെയൊക്കെ നമ്മൾ ഒരു സ്കൂളിൽ തന്നെ ആയിരിക്കും. പക്ഷേ എങ്കിൽ എന്തോ നമ്മളൊന്നും കണ്ട അത്രയും വർഷത്തെ ഒരു പരിചയം പോലും കാണിക്കാതെ അങ്ങനെ നടന്നു പോകുന്നവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ എന്നെ അറിയാത്തവർ പോലും എന്നെ നോക്കി കഴിഞ്ഞാൽ ഞാൻ ചിരിച്ചിട്ട് പോകുന്ന ഒരാളാണ്. അത് പ്രായമുള്ളവരായാലും ഇല്ലാത്തവരായാലും ആണുങ്ങളായാലും പെൺപിള്ളേരായാലും ഒക്കെ. പക്ഷേ എങ്കിലും എനിക്കങ്ങനെ തോന്നാറുണ്ട്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ കണ്ട പരിചയം ഇല്ലാത്ത പോകുന്ന രീതിയിലൊക്കെ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. പിന്നെ ഒരാൾ അതിൽ നമ്മളുടെ റിലേറ്റീവ് ആണ് കേട്ടോ. ഞങ്ങളുടെ കൂടെ പഠിച്ചതോ, ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. ഞങ്ങൾ 1 തൊട്ട് ഒരുമിച്ച് തന്നെ പഠിച്ചത്. അവരും എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ 2 പേരെ ഞാൻ ആദ്യമായിട്ടാണ് അതിനകത്ത് കാണുന്നത്, ഇതിനു മുമ്പ് കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ കുറ്റാലത്ത് പോയി. ആണുങ്ങളൊക്കെ കുളിച്ച്, പെൺപിള്ളേരൊന്നും കുളിച്ചൊന്നും ഇല്ല കേട്ടോ. അവർ പാലരുവിയിലൊക്കെ പോയി നല്ല അടിച്ച് പൊളിച്ച് കുളിച്ചിട്ടൊക്കെയാണ് വന്നത്. അവിടെ നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് കണ്ടേ ഫുഡൊക്കെ കഴിച്ച്. എനിക്കിഷ്ടമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഫുഡ് ഇങ്ങനെ കഴിച്ചിട്ട് നല്ലതാണെന്നൊക്കെ പറയുന്നത് കേൾക്കാൻ. ഞാനിങ്ങനെ സച്ചുവിൻ്റെ അടുത്തൊരു 100 പ്രാവശ്യം ചോദിക്കും, സച്ചു കൊള്ളാവോ, സച്ചു കൊള്ളായിരുന്നോ സച്ചു എന്നൊക്കെ. അപ്പോൾ സച്ചു കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നേ. എനിക്കിഷ്ടമാണ് ഗസ്റ്റ് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഇഷ്ടമാണ്. അല്ലാണ്ട് ഇങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് താമസിച്ച് ഫുള്ള് 3 നേരം ഇങ്ങനെ കിച്ചണിൽ കിടന്ന് അങ്ങനൊന്നും ചെയ്യുന്ന ഇഷ്ടമല്ല. ഗസ്റ്റ് വരുമ്പോൾ ഇങ്ങനെ ഒരു നേരത്തേക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കണ്ട് കിക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെ കേട്ടോ. അവളിങ്ങനെ പിള്ളേരുടെ കൂടെ അവരെ ഉറക്കുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കുറേ നേരം കുറേ ലേറ്റായിട്ടാണ് കിടന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ. എന്നിട്ട് രാവിലെ ഇവർ പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഇതിനകത്ത് എനിക്ക് കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ വീഡിയോയിൽ വേറെ ആരെങ്കിലും വരുമ്പോൾ എനിക്ക് വിഷമമാണ്. അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഞാൻ വീഡിയോ ഇടുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, ഇവനാണ് ഞങ്ങളുടെ കൂടെ പഠിച്ചത്, ഞാൻ ബന്ധുവാണെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വീഡിയോ ഇടുന്നത് എനിക്കൊരു വിഷമമാണ്. ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുക്കണ്ടെന്ന് പറഞ്ഞു നിന്നതാണ്. പക്ഷേ ഇവർക്കൊന്നും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുപോലെ ഇവർ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്നിട്ട് പോയതുകൊണ്ട് തന്നെ എനിക്കൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നിയേ. കുറച്ചുകൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരുന്നു എന്നൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ ഉള്ളതല്ലായിരുന്നു, എന്തെങ്കിലും കേക്കൊക്കെ ഉണ്ടാക്കി വെക്കുകയോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഗൾഫിലൊക്കെ ആട്ടോ, ഇവരുടെ ഹസ്ബൻഡൊക്കെ ഗൾഫിലൊക്കെയാണ്. അതുകൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പം വരാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പം വരട്ടെ, അന്നേരം നമുക്ക് കാര്യമായിട്ട് നല്ല രീതിയിലൊക്കെ ട്രീറ്റ് ചെയ്യാം. നമ്മുടെ വീട്ടിൻ്റെ ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന പട്ടിയാട്ടോ അത്. നമ്മളിങ്ങനെ പോകുന്ന ഉടനെ നമ്മുടെ പുറകിൽ വരും. കടയിലോട്ട് പോകുമ്പോഴൊക്കെ ആയാലും കണ്ടോ, ഇവരുടെ പുറകെ ഇങ്ങനെ പോവുകയാണേ. ഭയങ്കര രസമാണ് അതിനെ. എനിക്കാണെങ്കിൽ സാധാരണ പട്ടി ഭയങ്കര പേടിയാണ്. പക്ഷേ ഇത് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് ഡാ എന്ന് വിളിക്കുമ്പോൾ ഒരു ഒറ്റ ഓട്ടോടും. അതാണല്ല പെണ്ണ, എന്നാലും ഞാൻ ഡാ എന്നൊക്കെ വിളിക്കാറുണ്ട്. അങ്ങനെ അവനും ഇങ്ങനെ അവളും ഇങ്ങനെ അവരെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. അങ്ങനെ എല്ലാവരും കൂടെ ദാണ്ടേ വണ്ടിയിൽ കയറുവാണ് പോകാനായിട്ട്. പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോയ പോലെ ആയിപ്പോയി. കുറച്ച് സമയമുള്ളെങ്കിൽ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് വരാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ദാണ്ടേ കുറച്ച് ഗാർലിക്ക്, പച്ചമുളക്, ഒരു 1/2 തക്കാളി, ഒരു 1/4 ഭാഗമേ ഉള്ളൂ ക്യാപ്സിക്കം, പിന്നെ ഒരു അരമുറി സവാള, ഒരു ടേബിൾ സ്പൂൺ ബട്ടർ, ഇത്രയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കുന്നതിന് മുമ്പായിട്ടിനകത്ത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, നമുക്ക് എത്ര ഉപ്പ് വേണ്ടേ അതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും എടുത്ത് വെച്ചിട്ട് ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ച്, നന്നായിട്ടൊന്ന് വേവിയൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേനും നമുക്ക് അതിലോട്ട് 3 ചീസിൻ്റെ സ്ലൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒന്ന് വറ്റിപ്പോയെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഈ ചില്ലി അല്ല വേറെ ഏതോ ചില്ലിയാണ് യൂസ് ചെയ്യുന്നതൊക്കെ ഇടയ്ക്ക് കമൻറ്റിലൊക്കെ കിടക്കുന്ന കാണാം. ഞാൻ വേറൊരു ചാനലൊക്കെ നോക്കി, കുറേ ചാനൽ ഇങ്ങനെ നോക്കി കേട്ടോ എങ്ങനെ ഉണ്ടാക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. നമുക്ക് കറക്റ്റ് റെസിപ്പി ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എങ്കിൽ നല്ലതാണ് കേട്ടോ. ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ബിരിയാണിയുടെ നമ്മുടെ ജീരകശാല റൈസ് എടുത്തിട്ട് ഒരു 1/4 കപ്പേ എടുത്തോളൂ കേട്ടോ റൈസ്. അതൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ്. പിന്നെ സച്ചു ജോലി കഴിഞ്ഞ് ഇന്ന് വരത്തില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നാളെ രാവിലെ എത്തൂ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ പെട്ടെന്ന് വിളിച്ചിട്ട് ഇന്ന് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കും കിക്കിക്കും പുട്ടും മുട്ടക്കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സച്ചുവും കിക്കിയുടെ പുട്ടും മുട്ടക്കറിയും കഴിക്കട്ടെ. അപ്പോൾ ഞാൻ ഇതുകൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണ് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സച്ചുവിനും കിക്കിക്കുള്ള പുട്ടും മുട്ടക്കറി, 2 പുട്ടിനുള്ളതും ഉണ്ടായിരുന്നു കേട്ടോ. 2 പേർക്കും പുട്ടും മുട്ടക്കറി ഉണ്ട്.
പിന്നെ ഇതിന്റെ ടേസ്റ്റ് എന്തായിരിക്കും എനിക്ക് അറിയത്തില്ല. ഫുഡിനും ചൂട് അല്ലാതെയും ചൂട്, രണ്ടുപേരും കൂടെ കൊതി ഇട്ടോണ്ടിരിക്കും കേട്ടോ. ഇതിന്റെ ടേസ്റ്റ് എന്തെന്ന് അറിയാൻ വേണ്ടിട്ട് ചോറാണ്. ഒന്നുമില്ല, എരിവ് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ടാ? ഞാൻ വിചാരിച്ചില്ല. ക്യാപ്സിക്കം ചോറും ഇതാന്ന് പറയല്ലേ, ചീസ് വന്നേ വേറെ എന്തോ ടേസ്റ്റ്. ചിക്കൻ കൂടെ അടിപൊളിയായിരുന്നു. ഇത് ഇതിനകത്ത് ഈ മുളകാണ് നാലെണ്ണം ഇട്ടേക്കുന്നുണ്ടോ. ഇതിന്റെ കുരു കുറച്ച് മാറ്റിയാലും മതി. പക്ഷെ ഈ മുളക് വെച്ചല്ല ഇത് ചെയ്യുന്നേ. തരാം, ബാപ്പത്തുവാ എനിക്ക് മുളപ്പെടുത്തുക. പക്ഷെ എരിവുണ്ടെങ്കിൽ വേറെ സുഖമുണ്ട്. ഇത് ക്യാപ്സിക്കം മുളക് അറിയുന്നുണ്ട്. ക്യാപ്സിക്കം വെച്ച് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇതിന്റെ ഒറിജിനൽ റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറ് കൂട്ടി കഴിക്കുമോ? സത്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടേ. ഒരു തുള്ളി എനിക്ക് വെച്ചേക്കണേ. സൂപ്പർ ടേസ്റ്റ്. എനിക്ക് സച്ചു വൈറ്റ് സോസ് പാസ്ത കഴിക്കുന്നതിനേക്കാളും ഇഷ്ടപ്പെട്ടോ? വൈറ്റ് സോസ് പാസ്ത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള എനിക്ക് അതിനേക്കാളും ടേസ്റ്റ് തോന്നുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തെങ്കിലും ഒരു പ്രാവശ്യം ഒരു എരി ഉണ്ടല്ലോ ഇങ്ങനെ ഇറങ്ങുമ്പം. ഞങ്ങൾക്ക് പൊതുവെ എരി ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു മുളകിൽ നിന്ന് കുരു മാറ്റാം, അപ്പോൾ കറക്റ്റ് ആയിരിക്കും. സൂപ്പർ കേട്ടോ. അവിടെ തീർക്കുന്നതിന് മുമ്പ് ഞാൻ പോയിട്ട് ബാക്കി കഴിക്കട്ടെ. അപ്പോൾ ചൂട് ചൂട് സൂപ്പർ ടേസ്റ്റ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പം ഇത്രയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.